നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ആർ ബാലകൃഷ്ണപിള്ളയുടെ ഇടതുമുന്നണി പ്രവേശനം 25-ന് ചേരുന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. മുന്നണി വിപുലീകരണം സംബന്ധിച്ച പാർട്ടി നിലപാട് യോഗത്തിലുണ്ടാകും. ജനതാദളിനെയും RSPയെയും മുന്നണിയിൽ എടുക്കുന്നതും ചർച്ചയാകും. മുന്നണി വിപുലീകരണത്തിൽ പുതിയ പാർട്ടികളെയും കക്ഷികളെയും പരിഗണിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു. വിപുലീകരണം സംബന്ധിച്ച ചർച്ചകൾക്കായാണ് 25-ന് CPIM സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ജനതാദൾ RSP കക്ഷികളെ മുന്നണിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ CPIMന് അനുകൂല സമീപനമാണുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും തിരിച്ചുകൊണ്ടുവരണമെന്ന അഭിപ്രായം CPIM നേതൃത്വത്തിൽ ശക്തമാണ്. ഇത് സംബന്ധിച്ച ചർച്ചകളും സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും. UDF വിട്ട ആർ ബാലകൃഷ്ണപിള്ളയോടുള്ള സമീപനത്തിന്റെ കാര്യത്തിലും സംസ്ഥാന സമിതിയിൽ ചർച്ചയുണ്ടാകും. പിള്ളയെ മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നേതൃത്വത്തിന്റെ താൽപര്യം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ KB ഗണേഷ് കുമാർ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് അനുകൂല സാഹചര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. UDF മന്ത്രിമാരുടെ അഴിമതിക്കെതിരെ പിള്ളയും ഗണേഷ് നടത്തുന്ന പോരാട്ടവും മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യതയായി വിലയിരുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ CPIക്കും അനുകൂല നിലപാടാണുള്ളത്. മുന്നണി വിപുലീകരണ സമയത്ത് ഇടതുമുന്നണി വിട്ട കക്ഷികൾക്കൊപ്പം പുതിയ പാർട്ടികളെയും വ്യക്തികളെയും പരിഗണിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. വിശാലമായ ഇടതുപക്ഷത്തിന്റെ ഐക്യം വേണം. ഇടതുപക്ഷത്തെ പാർട്ടികൾ ശക്തിപ്പെടണം. പിള്ള പുറമ്പോക്കിൽ നിർത്തേണ്ട ആളല്ലെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബുവും പ്രതികരിച്ചു. ഒരിക്കലും അത് പുറമ്പോക്കിൽ നിർത്തുകയല്ലോ. UDFന്റെ പാളയത്തിൽ നിന്നും എല്ലാ ശക്തികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് LDF കൂട്ടായി ആലോചിച്ച് അതിന്മേലൊരു തീരുമാനമെടുക്കും. അതേസമയം KM മാണിക്കെതിരെയുള്ള പ്രക്ഷോഭം വീണ്ടും ശക്തമാക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. നാളെ സെക്രട്ടേറിയറ്റും കലക്ടറേറ്റും ഉപരോധിക്കാനാണ് LDFന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ബി ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ K പ്രകാശ് ബാബു, ശ്രീ വർഗീസ് ജോർജ്, ആന്റണി രാജു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ പ്രകാശ് ബാബു, ഏതെല്ലാം കക്ഷികളെ UDFിൽ നിന്ന് LDFിലേക്ക് കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും നിലപാടുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അത് ഈ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുന്ന LDF യോഗത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായിട്ടും അതിലെ ഘടകകക്ഷികൾ ഓരോന്ന് പ്രത്യേകമായിട്ടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാ കക്ഷികളെ സംബന്ധിച്ച് ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കേരളത്തിൽ വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. പല പല സാഹചര്യങ്ങളാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകേണ്ടി വന്ന കക്ഷികളും അതോടൊപ്പം തന്നെ പുതുതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം സഹകരിച്ചു നിൽക്കുന്നവരുമായിട്ടുള്ള പല കക്ഷി, ചെറുതും വലുതുമായ പല കക്ഷികളെ സംബന്ധിച്ചും അങ്ങനെ ആലോചിക്കേണ്ടി വരും. അതിന് കക്ഷികൾ ഒറ്റയ്ക്കും LDF കൂട്ടായിട്ടും ചർച്ചകൾ ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ജനാധിപത്യപരമായ അത്തരം അവകാശങ്ങൾ നമുക്ക് തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നതോ തീരുമാനമെടുക്കാൻ കഴിയുന്നതോ അല്ല. ശ്രീ പ്രകാശ് ബാബു, അങ്ങനെയാണെങ്കിൽ UDFിൽ നിന്ന് പുതിയ കക്ഷികൾ, വ്യക്തികൾ അവരെ കൂടി ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യണം എന്ന് CPIയുടെ സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയ കക്ഷികളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീർഘനാളായി ഭാഗമല്ലാതിരുന്ന കക്ഷികളെ, വ്യക്തികളെ, അവരെയെല്ലാം കൂട്ടിച്ചേർക്കുക എന്ന ഈ നിലപാട്, അത് LDF ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ചുകൂടി വ്യക്തതയുണ്ടോ? ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി UDF വിട്ടു. ഗണേഷ് കുമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തു. PC ജോർജ് അവസരം കാത്തിരിക്കുന്നു. JDU മറ്റൊരു നിലപാടുമായി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വ്യക്തത CPI എന്ന നിലയിൽ പാർട്ടിക്ക്, അല്ലെങ്കിൽ മുന്നണി യോഗം ചേരാനിരിക്കുമ്പോൾ തന്നെ അനൗപചാരികമായി അക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? CPI എന്ന നിലയിൽ ഞങ്ങൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അജണ്ടയിൽ അത് വന്നിട്ടില്ല. എന്നാൽ അത് വരുമ്പോൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യും. ഇതിൽ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന കക്ഷികളാണ് ജനതാദൾ യുണൈറ്റഡും അതുപോലെ തന്നെ RSPയും. അവർ തിരിച്ചു വരുന്നതിനെ വളരെ മുൻപ് തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. CK ചന്ദ്രപ്പൻ തന്നെ അതിനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് കൂടാതെ തന്നെ മുന്നണി വിപുലപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്.
ഇപ്പോഴുള്ള മുന്നണി കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുന്നത് നല്ലതായിരിക്കും എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ തന്നെ ശ്രീ ആർ ബാലകൃഷ്ണനുള്ള നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസും PC ജോർജ് നയിക്കുന്ന മുന്നണി പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായ ശ്രീ KB ഗണേഷ് കുമാർ MLA ഇന്നലെ പരസ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. അതും PC ജോർജിന്റെ സമീപനവും തമ്മിൽ തികച്ചും വ്യത്യസ്തമാണ്. അത് മറ്റേതെങ്കിലും പാർട്ടികൾ വരുന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അതിലുള്ളത്. എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നില്ല. ഇതാണ് എനിക്ക് വ്യക്തം. ശ്രീ പ്രകാശ് ബാബു, ഇപ്പോൾ RSPയുടെ കാര്യം താങ്കൾ പറഞ്ഞു, JDUവിൻ്റെ കാര്യം പറഞ്ഞു, ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയുടെ കാര്യം പറഞ്ഞു. ഒരു കാലത്ത് ഇടതുമുന്നണിക്കൊപ്പമുണ്ടായിരുന്നതാണല്ലോ PJ ജോസഫുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് വിഭാഗം. മാണിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആ കാര്യത്തിൽ എന്താണ് പൊതുവായി പറയാൻ കഴിയുന്ന കാര്യം? UDFന്റെ പാളയം വിട്ട് അവർ പുറത്തു വരാൻ ആണെങ്കിൽ അപ്പോഴതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴതിനെ കുറിച്ച് പറയേണ്ടത് അവർ എല്ലാവരും തന്നെ ശ്രീ KM മാണിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു നിലപാട് ശ്രീ PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എടുക്കുന്നെങ്കിൽ നിശ്ചയമായും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയുന്നതിനും നമുക്ക് സാഹചര്യം ഒരുക്കാം. ദയവായി തുടരുക. ശ്രീ അജയ് തറയിൽ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ UDF ഇതേ രൂപത്തിൽ തന്നെ നേരിടും എന്ന ആത്മവിശ്വാസം അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ നിന്ന് നിങ്ങളിലേക്ക് വന്ന കക്ഷികളെ മാത്രമല്ല നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കക്ഷികളെയും വ്യക്തികളെയും കൂടി പ്രതീക്ഷിക്കുന്നു. പ്രകാശേ, അവർക്ക് പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും ചർച്ച ചെയ്യാനും പിന്നെയും ചർച്ച ചെയ്യാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട്. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. കാനൻ രാജേന്ദ്രനോ C ദിവാകരനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതു മുന്നണിക്ക് മൊത്തമായോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ദിവസമോ 2 ദിവസമോ നീണ്ടു നിൽക്കുന്ന ചർച്ച ചെയ്യാൻ നമുക്ക് ആകെ യാതൊരു വിരോധവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം 1 ഇഞ്ച് വളർന്നിട്ടില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ താഴോട്ടാണ് വളർന്നിരിക്കുന്നത് എന്നതുകൊണ്ട് ഇനി UDFിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചാലേ രക്ഷയുള്ളൂ എന്നൊരവസ്ഥ അവർക്ക് സംജാതമായിരിക്കുന്നു. അതുകൊണ്ടുള്ളൊരു മരണ വെപ്രാളമാണ് UDFിനകത്തെ രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടി CPMഉം CPIയും ഒക്കെ നടത്തുന്ന തന്ത്രങ്ങൾ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവർക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആരെയാ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ JDUവിൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് VM സുധീരൻ എന്നിവർ ചർച്ച നടത്തുന്നതും JDU ഉന്നയിച്ച പ്രശ്നങ്ങൾ അതിൽ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്, അവരെ ഒരു ചർച്ചയ്ക്ക് KPCC പ്രസിഡന്റ് തന്നെ മുൻകൈ എടുക്കുന്നതും? അത്ര ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ കക്ഷികളൊന്നും പോകില്ല എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ CPMയെ പോലെ അല്ല. ഞങ്ങൾ ഒരു ഘടകകക്ഷി. ആ ഘടകകക്ഷിക്ക് പ്രശ്നങ്ങളുണ്ട്, വിഷമമുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി അരച്ച് കളയാൻ കോൺഗ്രസിന് കഴിയുകയില്ല. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയങ്ങൾ അവർ പത്രത്തിലൂടെ പറഞ്ഞതാണെങ്കിലും എഴുതി കൊടുത്താണെങ്കിലും ആ വിഷയങ്ങൾ സഗൗരവം പരിഗണിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ദ്രുതഗതിയിൽ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം ശ്രമിക്കുന്നു. അതാണ് രാഷ്ട്രീയമായ ഒരു പക്വത, അതാണ് രാഷ്ട്രീയമായി ചെയ്യേണ്ടത്. അത് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയാതെ പോയത് കൊണ്ടാണ് ആ മുന്നണി ഇന്ന് ഭിക്ഷാപാത്രവുമായി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിറകെ നടക്കേണ്ട ഗതികേട് വന്നത്. ഞാൻ ചോദിക്കട്ടെ, 4 വർഷം കൊണ്ട് അവർ UDF ഗവൺമെന്റിനെതിരെ ശക്തമായി നിന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ആദർശങ്ങളെയും ആശയങ്ങളെയും ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായി വളരാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ.
അവർ കഴിഞ്ഞില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ JDU വീരേന്ദ്രകുമാറെ ഇപ്പൊ ഇങ്ങോട്ട് വരിക, RSP ഇങ്ങോട്ട് വരിക, അതുപോലെ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ എന്തിനു വേദനിപ്പിച്ചതാണെങ്കിലും ശരി, ജയിലടച്ചതാണെങ്കിലും ശരി, എല്ലാം പുറത്ത് ഞങ്ങളുടെ കൂടെ വരിക, PC ജോർജ് പുറകെ വരിക എന്ന് പറഞ്ഞ് ഓരോ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിറകെ പോകുന്നത് അത്തരം രാഷ്ട്രീയമായ ഇടതു മുന്നണിയുടെ അപജയം കൊണ്ടാണ് എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. ദയവായി താങ്കൾ തുടരണം. ശ്രീ വർഗീസ് ജോർജ്, ഇതാണ് ശ്രീ അജയ് തറയിൽ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ചവിട്ടും കുത്തുമെല്ലാം ഏറ്റ് നിങ്ങൾ UDFിൽ വന്നു. UDFുമായി നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ തന്നെ നിങ്ങളോട് ചർച്ച ചെയ്യാനും ആശ്വസിപ്പിക്കാനും ഒപ്പം നിർത്താനുമുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നു. അങ്ങനെ UDFിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ചർച്ച ചെയ്ത് ഒപ്പം നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഭിന്നത മാത്രമാണോ നിങ്ങൾക്കുള്ളത്, അതോ രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടോ? പ്രകാശ്, ഇത് രണ്ട് തരത്തിലും ഉണ്ട്. ഒന്ന്, അജയ് പറഞ്ഞത് ശരിയാണ്. കാരണം ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവര് വളരെ പെട്ടെന്ന് ചർച്ച ചെയ്യാൻ അവർ തീരുമാനിച്ച വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഒരു മുന്നണിയിലെ ഒരു പാർട്ടി സീരിയസ് ആയ ചില ഇഷ്യൂസ് ഉന്നയിച്ചപ്പോൾ അവരതിനെ സീരിയസ് ആയിട്ട് കാണുകയുണ്ടായി. എന്നാൽ രണ്ടാമത്തെ ഇഷ്യൂ പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂ ഞങ്ങൾ സൃഷ്ടിച്ചതല്ല, കോൺഗ്രസ് സൃഷ്ടിച്ചതുമല്ല. ഇപ്പൊ എമേർജ് ചെയ്യുന്ന ഒരു പോളിറ്റിക്സ് ആണ്. ആ പോളിറ്റിക്സ് രാജ്യത്ത് രൂപപ്പെടുന്ന BJPക്കെതിരായിട്ടുള്ള ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ രൂപഭാവങ്ങൾ എങ്ങനെ വേണമെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഉദാഹരണത്തിന് പ്രണബ് മുഖർജിക്ക് വേണ്ടി ഇടതുപക്ഷം വോട്ട് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ രാജ്യസഭയിലെ ബില്ലുകള് തടയുന്നതിൽ കോൺഗ്രസ് പരിശ്രമിച്ചപ്പോൾ അതിനെ ഇടതുപക്ഷം സഹായിച്ചാണ് ബില്ലുകൾ പാസ്സാക്കാതിരുന്നത്. അതുകൊണ്ട് അത്യന്തം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയാണ്. ഞാൻ പ്രകാശിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജനതാ പരിവാറിന്റെ രൂപീകരണത്തോടുകൂടി ഈ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാവാൻ സാധ്യതയുണ്ട്. കാരണം രാജ്യത്ത് BJPയെ ഫൈറ്റ് ചെയ്യുന്നതിന് ശ്രീ വർഗീസ് ജോർജ്, അത് താങ്കൾ വ്യക്തമാക്കിയതാണ്. അപ്പോൾ പാലക്കാട് അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രശ്നമോ അതല്ലെങ്കിൽ UDFിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ഭാഗം കേൾക്കുന്നുണ്ടോ ഇല്ലയോ തുടങ്ങിയ പ്രശ്നങ്ങൾ അത് തുടക്കത്തിലെ നിങ്ങളുടെ ആ മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. മറ്റൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ജനതാ പരിവാറിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങുമ്പോൾ KPCC പ്രസിഡന്റ് വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തിയാലും ഇല്ലെങ്കിലും അതിലൊരു ഐക്യമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതമാകും. ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ പഴയ പൊളിറ്റിക്സ് അല്ല. ഇപ്പൊ തന്നെ കോൺഗ്രസ് ഇന്നലെ തന്നെ ലാൻഡ് ബില്ലിനെതിരെയുള്ള സമരത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞു. കോൺഗ്രസ് പല സ്റ്റേറ്റുകളിലും ജനതാ പ്രസ്ഥാനത്തെ പിന്താങ്ങുന്നുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും CPIയും തമ്മിൽ പല സ്റ്റേറ്റിലും ബന്ധമുണ്ട്. മണിപ്പൂരിൽ CPI കോൺഗ്രസ് ബന്ധമാണ്. അത്യന്തം സങ്കീർണമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിലെ ഞങ്ങളുടെ പുതിയ പാർട്ടി നേതൃത്വം ഈ സങ്കീർണമായ സവിശേഷ സാഹചര്യങ്ങളെ ഡിസ്കസ് ചെയ്തതിനു ശേഷമേ എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കൂ എന്നുള്ളതാണ്. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ശ്രീ പ്രകാശ് ബാബു ഇപ്പോൾ പറയുന്നത് LDF വിട്ടുപോയ കക്ഷികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു നീക്കമാണ്. അതിനോടൊപ്പം തന്നെ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും UDFിനൊപ്പം നിൽക്കുന്നവരെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇടതുമുന്നണി ചർച്ച ചെയ്യുന്നത്. അതിൽ ജോസഫ് വിഭാഗം ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു വന്നാൽ അവർക്കത് സ്വീകാര്യമാകും എന്നാണ്. അത്തരമൊരു നിലപാടിലേക്ക് ശ്രീ ആന്റണി രാജുവിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഉമ്മൻചാണ്ടി പറയുന്ന കാര്യം 2016 ഒറ്റക്കെട്ടായി ഇന്നത്തെ നിലയിൽ UDF നേരിടും എന്ന് പറയുമ്പോൾ അത് സാധ്യമാണോ? അത് അദ്ദേഹം നേരത്തെ പറഞ്ഞപ്പോഴും അദ്ദേഹം നേരത്തെ ഇത് പറഞ്ഞതാണല്ലോ, ഒറ്റക്കെട്ടായി നിൽക്കും, ആരെയും കിട്ടുകയില്ല, മുന്നണിയിലുള്ള ആരും പോവുകയില്ല, അവരെയൊക്കെ വിലം കെട്ട് നിർത്തിയിരിക്കുകയാണ് എന്നുള്ള മട്ടിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സംസാരം. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ധൈര്യമായി പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ന് ഈ മുന്നണിയിലുള്ള, ഞാൻ നേരത്തെ പോയി കഴിഞ്ഞു, മുന്നണിയിലുള്ള ചിലരെങ്കിലും ആ മുന്നണി കാണുകയില്ല. ഇലക്ഷൻ നടത്തുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താമല്ലോ, അതുകൊണ്ട് കാര്യം എനിക്കറിയത്തില്ല, കാണുകയില്ല. കാരണം വർഗീസ് ജോർജ് പറഞ്ഞ ഒരു പോയിന്റ് പ്രധാനമായിട്ട് നമ്മൾ കാണണം. അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ടത് പുതിയ മുരേഷ് സിംഗ് യാദവിന്റെ നേതൃത്വത്തിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ ഇന്ത്യയിലെ
രാഷ്ട്രീയ പ്രസ്ഥാനം. അത് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് വരാൻ പോകുന്നത്. കാരണം കോൺഗ്രസിൽ പ്രതീക്ഷയില്ല ആളുകൾക്ക്. മറ്റേ BJP തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ത്യ അടുത്ത പ്രാവശ്യം ഭരിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയകക്ഷികളുടെ കൂട്ടുകെട്ടും ഇന്നുണ്ടാക്കിയിരിക്കുന്ന ജനതാ പരിവാറും കൂടെ ചേർന്നുള്ളവർക്ക് ഭരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിനകത്ത് DMK വരാം. അല്ല, ശ്രീ ബാലകൃഷ്ണപിള്ള, ആ കാര്യത്തിൽ ഇപ്പോൾ വർഗീസ് ജോർജ് മറ്റൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭം, മണിപ്പൂരിലടക്കം CPIയും കോൺഗ്രസും തമ്മിൽ സഹകരിക്കുന്ന ഉദാഹരണം. അപ്പോൾ ദേശീയ രാഷ്ട്രീയം നമ്മൾ കാണുന്ന രീതിയിൽ മാത്രമല്ല മാറുന്നത്. കോൺഗ്രസുമായി ചേർന്നുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു BJP വിരുദ്ധ ദേശീയ രാഷ്ട്രീയം. ഇപ്പോൾ സീതാറാം യെച്ചൂരി CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയം. അതുകൊണ്ട് അത് കോൺഗ്രസ് വിരുദ്ധം മാത്രമാണ് എന്ന രീതിയിൽ വിലയിരുത്തുന്നത് അത് പൂർണ്ണമായി ശരിയാകില്ല. അത് ഇനിയും രൂപീകരിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു രാഷ്ട്രീയമാണ് എന്നാണ് വർഗീസ് ജോർജ് പറയുന്നത്. പ്രകാശ് പറയാൻ സമ്മതിക്കില്ല, പിന്നെങ്ങനെ ഞാൻ മറുപടി പറയുന്നത്? നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? ഒരു കാര്യം കേൾക്ക്, കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് BJPയെ നേരിടണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ കേരളത്തിൽ അത് പറ്റുകയെന്നുള്ളത് ഒഴിച്ചാൽ ഒരുപക്ഷെ ബംഗാളിൽ പോലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ യോജിച്ചു കൂടുന്നില്ല. കോൺഗ്രസിനെ ഒരു വിരുദ്ധനായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അല്ല നിങ്ങൾ ഈ ചോദിക്കുന്നത്. അതിനൊന്നും എനിക്ക് അഭിപ്രായക്കാരില്ല. ഞാൻ ആദ്യം മുതലുള്ള അഭിപ്രായക്കാരനാണ്. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് BJPയെ നേരിടുക എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അതിപ്പോ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിശാഖപട്ടണത്ത് പാസാക്കിയ പ്രമേയത്തിലും പറയുന്നുണ്ടല്ലോ. അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് വർഗീസ് ജോർജിന്റെ പോയിന്റിൽ ഇനി എവർക്കധികം സ്വാതന്ത്ര്യമില്ല. ഒരു അഭിപ്രായം കേൾക്കാൻ അവകാശമുണ്ട്. അതിനെ ഉന്നതനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീരേന്ദ്രകുമാറിന്റെ അഭിപ്രായത്തിന് പരിഗണന കിട്ടും. പക്ഷെ തീരുമാനമെടുക്കുന്നത് ഇനി 5 അംഗ സമിതിയാണ്. മുലായം സിംഗ് യാദവും ദേവഗൌഡയും ഒക്കെ ഉൾപ്പെടുന്ന പാർട്ടിയുടെ 5 അംഗ സമിതിയാണ് എടുക്കുന്നത്. ശരത് യാദവ് ഉൾപ്പെടെ നിതീഷ് കുമാർ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യുക കമ്മിറ്റിയിൽ. ആ തീരുമാനം കേരളത്തിൽ 2 ജനതാദൾ വേണമോ വേണ്ടയോ എന്ന് ഈ ഒരു ജനതാദളിന് തീരുമാനിക്കാനുള്ള അവസരമാണ് വരുന്നത്. ഒന്നുകിൽ മാത്യു തോമസ് നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ, ദേവഗൌഡ ജനതാദൾ UDFിലേക്ക് വരണം. അതാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നത്, അവരെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇവരൂടെ അങ്ങോട്ട് പോകണം. 2 ജനതാദളായിട്ട് പ്രകാശ് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇനി ഈ ഒരാഴ്ചക്കകം അവരുടെ തീരുമാനമെടുത്താൽ 2 ജനതാദളായിട്ട് നിൽക്കാൻ പറ്റില്ല. വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ഉമ്മൻചാണ്ടി പറയുന്ന രാഷ്ട്രീയം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടി? കാരണം 2016 ഇതേ UDF ഇതേ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നത്. പ്രകാശ്, കേരള രാഷ്ട്രീയത്തിൽ വരുന്ന 3-4 മാസങ്ങൾ വളരെ നിർണായകമാണ്, സങ്കീർണമായിരിക്കും. ശ്രീ ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നത് പോലെ ഐക്യജനാധിപത്യ മുന്നണി ഇന്നത്തേതുപോലെ തന്നെ അടുത്ത 2016 തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നില്ല. കാരണം അതിന് ഏറ്റവും പ്രധാനമായ കാരണം ഇപ്പോൾ തന്നെ ജനത JDUവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പരസ്യമായ അഭിപ്രായ പ്രകടനമാണ്. അവരൊരു കുറ്റപത്രം തന്നെ ഏതാണ്ട് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് JDUവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ മുന്നണി തുടരാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വരുന്ന 3-4 മാസത്തെ സംഭവവികാസങ്ങളിലൂടെ മറ്റ് രാഷ്ട്രീയ പാർട്ടി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയില്ല. എന്നാലും എനിക്കൊന്ന് പറയാൻ കഴിയും, ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായ നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതിനോട് എനിക്ക് യോജിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ആന്റണി രാജു, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ CPIയുടെ പ്രകാശ് ബാബു പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ CPI നേതൃത്വം പുറത്തേക്ക് പറയുന്ന ഒരു കാര്യം, ഇടതുമുന്നണി വിട്ടുപോയ കക്ഷികൾ മാത്രമല്ല, ഒപ്പം UDFിനൊപ്പമുള്ള വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രീതിയിലൊരു ഇടതുമുന്നണിയുടെ വിപുലീകരണം, അതാണ് CPI പുറത്തേക്ക് പറയുന്നത്. CPIM 25-ന് യോഗം ചേർന്ന് ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോയ കക്ഷികളെ തിരിച്ചു വിളിക്കാനുള്ള, അവരെ ഒപ്പം ചേർക്കാനുള്ള ഒരു നയനിലപാടിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പോൾ RSPയും JDUവും മാത്രമല്ലല്ലോ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇടതുമുന്നണി വിട്ടുപോയവരാണല്ലോ. ഇപ്പോൾ MV വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിലേക്ക് തന്നെയായിരിക്കുമല്ലോ കാര്യങ്ങൾ നയിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറേണ്ടി വരില്ലേ? നിങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് കൂടാതെ ഇന്ന് UDFിനൊപ്പമുള്ള കക്ഷികൾ ഈ ഭരണം അവസാനിക്കുകയാണ് എന്ന് വന്നാൽ
അത് മനസ്സിലാക്കി ഇടതുമുന്നണിയിലേക്ക് മാറാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അത് എത്രത്തോളം സാധ്യമാണ്? പ്രകാശ്, കേരള കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിലൂടെ JDU ഉയർത്തിയതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിലും ഞങ്ങൾ ലയിച്ചതിന് ശേഷം ലയിച്ചൊന്നായ കേരള കോൺഗ്രസ് പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം അന്ന് മുതൽ പല തെരഞ്ഞെടുപ്പുകളിലെ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനായാലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയോട് ഐക്യജനാധിപത്യ മുന്നണി നീതി പുലർത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശങ്ക കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. കാരണം ഞങ്ങളതൊക്കെ പരസ്യമായി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ പ്രകടിപ്പിച്ചതുമാണ്. അത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തും ഐക്യജനാധിപത്യ മുന്നണിക്കകത്തും എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ലെ ഘടകകക്ഷികൾ പല ഘടകകക്ഷികൾ എടുക്കാൻ പോകുന്ന നിലപാട്. അതായത് ശ്രീ ആന്റണി രാജു, താങ്കൾ പറയുന്നത് JDU ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പുതിയ നയരൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് അവർ പോകുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നേരത്തെ മുതലുള്ള പരാതികൾ, അത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നം, പുതിയൊരു രാഷ്ട്രീയം രൂപപ്പെടുമ്പോൾ അതോടൊപ്പം നിങ്ങളും പുനരാലോചിക്കും, അങ്ങനെ തന്നെയാണോ? അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. അത് ഇന്നത്തെ സാഹചര്യം നമുക്കത് മുൻകൂട്ടി പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശ്രീ അജയ് തറയിൽ, JDU മാത്രമല്ല, മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനും പരാതിയുണ്ട്. ഈ രീതിയിൽ 2016 ഇതേ മുന്നണി ഉണ്ടാകും എന്ന ആത്മവിശ്വാസം അത് ആന്റണി രാജുവിനുമില്ല. പ്രകാശ്, ആന്റണി രാജു പറയുന്നൊന്നും നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. അവിടെ ശ്രീ PJ ജോസഫ് സാറും അതുപോലെ മാനസ് സാറും ഒക്കെ ആ കാര്യങ്ങൾ തീരുമാനിക്കും. അവർ വളരെ വ്യക്തമായി തന്നെ UDF-നകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ലൊരു ടേംസിൽ പോകുന്നവരാണ്. ആന്റണി രാജുവിന്റെ ചില വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ വരില്ല. അദ്ദേഹം ഒരു കാല് ഇടതുപക്ഷത്ത് വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിരന്തരമായ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുക. കേരളത്തിൽ UDF-നകത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും വിട്ടുപോകില്ല എന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് വെറുതെയല്ല. ഇവിടെ ശ്രീ ഗണേഷ് കുമാർ പോയതല്ല, ഞങ്ങൾ കളഞ്ഞതാണ്. അത് ഗണേഷ് കുമാറിനെ ഈ മുന്നിൽ നിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. നിർത്താമായിരുന്നല്ലോ. വ്യക്തമാണ് ശ്രീ ആന്റണി രാജു. അതായത് ഗണേഷ് കുമാറിനെ കളഞ്ഞതാണ്. മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടാകും എന്ന മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം, അതാണ് ശരിയെന്നാണ് കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ പറയുന്നത്. അല്ല, ശ്രീ അജയ് തറയിലിന്റെ അഭിപ്രായത്തിന് കോൺഗ്രസിന് പോലും യാതൊരു വിലയും കൊടുക്കാറില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കൂടെ അവധിക്ക് പ്രവേശിക്കാനായിട്ട് KPCC പ്രസിഡന്റ് സുധീരൻ തന്നെ പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഒരിക്കലും കോൺഗ്രസിന്റെ അഭിപ്രായമായി കാണണ്ട എന്ന് KPCC പ്രസിഡന്റ് തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം, അജയ് തറയിലിന്റെ വിശ്വാസം അജയ് തറയിലിനെ രക്ഷിക്കട്ടെ. ശ്രീ ആന്റണി രാജു, അതായത് താങ്കൾക്ക് കേരള കോൺഗ്രസിനകത്തെ രാഷ്ട്രീയം വ്യക്തമായി അറിയാമല്ലോ. JDU-വിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടുണ്ടാവുക, ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവുക, സർക്കാർ അസ്ഥിരപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ തകരുന്ന UDF-നൊപ്പം നിന്ന് പോരാടുമോ, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമോ? JDU-വിൻ്റെ രാഷ്ട്രീയവും കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആരെങ്കിലും ഒരു മുന്നണി വിട്ട് പോയി എന്ന് പറയുന്നത് കൊണ്ട് ഈ മുന്നണിക്കകത്ത് വിട്ടുപോകണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ മുന്നണി തന്നെ തുടരണമെന്നോ ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായ ചില കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചില പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കെല്ലാം പറയും, ഞങ്ങൾ തന്നെ പല ഘട്ടത്തിൽ ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം കണ്ടെത്തിയിട്ടില്ല പലതിനും. അതുകൊണ്ട് ഞങ്ങളെടുക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കും എന്നുള്ളത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചോ അതിനനുസരിച്ചോ ആയിരിക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടി സ്വതന്ത്രമായി രാഷ്ട്രീയ നിലപാട് എടുത്ത ചരിത്രമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്നുമുള്ളത്. അതുകൊണ്ട് ആ നിലപാടെടുക്കുന്നതിന് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തീരുമാനമായിരിക്കില്ല ഞങ്ങളെ സ്വാധീനിക്കുന്നത്. മുഖ്യമന്ത്രി എന്ത് അവകാശവാദം ഉന്നയിച്ചാലും JDU-വിൻ്റെ നിലപാടായിരിക്കും വരും ദിവസങ്ങളിൽ UDF-ൽ എത്ര കക്ഷികൾ അവശേഷിക്കും എന്ന് തീരുമാനിക്കുക. അതുതന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തെയും ഭരണത്തെയും നിർണ്ണയിക്കുക. വളരെ നന്ദി ശ്രീ R. ബാലകൃഷ്ണപിള്ള, ശ്രീ പ്രകാശ് ബാബു, ശ്രീ ആന്റണി രാജു, ശ്രീ വർഗീസ് ജോർജ്, ശ്രീ അജയ് തറയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.